ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ക്രിസ്മസിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പി ആട്ടോ ഞാൻ കാണിക്കുന്നത്. ഞാൻ പുറത്ത് സെയിൽ ചെയ്യുന്ന റെസിപ്പി ആട്ടോ, കറക്റ്റ് പക്കയായിട്ട് നമുക്ക് ചെയ്യാം. അതിനുവേണ്ടി ഞാനിതാ ഒരു കേരറ്റും ഒന്നിൻ്റെ പകുതി കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 200 ഗ്രാമാണുള്ളത്. നിങ്ങൾക്ക് വെയിങ് മെഷീനിൽ അളന്നെടുക്കുന്നതാണ് കറക്റ്റ് കേട്ടോ. പിന്നെ 1 കപ്പ് ഡേറ്റ്സേ, ഇത് അളന്നെടുക്കുമ്പോൾ 200 ഗ്രാമാണ് വരുന്നത്. അത്ര തന്നെ മതി, 1 കപ്പാണ് ആവശ്യം. കണ്ടോ, ഇതിങ്ങനെ ഞാൻ ഇതിലെടുത്ത് നോക്കിയപ്പോൾ കറക്റ്റ് 1 കപ്പുണ്ട്. നിങ്ങൾ വെയിങ് മെഷീനിൽ അളക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ വേണ്ടത് 1.5 കപ്പ് മൈദയാണേ. 1.5 കപ്പ് മൈദയാണ് ഇതിനാവശ്യം. ഇതേ അളവിൽ തന്നെ നിങ്ങളെല്ലാം എടുത്താൽ മതി. കറക്റ്റ് 1 kg അളവാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഓപ്ഷണലാണ്, സിനമൺ പൗഡർ. ഇത് ഞാനൊരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇതാദ്യം നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. പിന്നെ ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കാം. കണ്ടോ, ഇങ്ങനെ ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ 1 കപ്പ് പഞ്ചസാരയാണേ. 1 കപ്പ് പഞ്ചസാരയിൽ ഒരു 4-5 ഏലക്ക ഇട്ട് ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിനായിട്ട് നേരത്തെ കഴുകി നല്ല തുടച്ച് വെച്ചിട്ടുണ്ട് ക്യാരറ്റ്, അതാണ് ഇതിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ കണ്ടോ, വലിയ ഭാഗത്ത് വെച്ചാണ് ചെയ്യുന്നത്. കുഞ്ഞുള്ളി ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ക്യാരറ്റൊന്നും ഒട്ടും കാണില്ല. അതുകൊണ്ടാണ് ഈ ഒരു വലിപ്പത്തിൽ വേണം കേട്ടോ. കണ്ടോ, ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം ചെയ്യാം കേട്ടോ, ഇല്ലെങ്കിൽ ഇരിക്കുമ്പോൾ വേറൊരു സ്മെല്ല് വരും. ഇത് അളന്ന് നോക്കിയപ്പോൾ ഒരു 2.25 കപ്പുണ്ട് കേട്ടോ. ഗ്രേറ്റ് ചെയ്ത ശേഷം ഇത് 2.25 കപ്പുണ്ട്. ഇത് വെയിങ് മെഷീൻ ഇല്ലാത്തവർക്ക് വേണ്ടി കൂടിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് വേണമെങ്കിൽ ബീറ്റർ ഇല്ലാതെ തന്നെ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ കേട്ടോ. എന്നിട്ട് കണ്ടോ, ഡേറ്റ്സ് നേരത്തെ എടുത്ത് വെച്ച് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇങ്ങനെ കട്ടിക്കിരിക്കുകയാണ്. ഇത് ഇങ്ങനെ തന്നെ പാക്കറ്റിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ അതിങ്ങനെ കട്ടിക്കിരിപ്പുണ്ട്. അപ്പോൾ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ച് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് തന്നെയാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത്. ഇത് നല്ല ബീറ്റ് ചെയ്യുമ്പോൾ മുട്ട പതഞ്ഞ് വരണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇതൊന്ന് ആ ക്യാരറ്റിൽ നിന്നുള്ള വെള്ളം ഒന്ന് ഇറങ്ങി വന്ന് ലൂസായാൽ മതി. അപ്പോൾ ഇതിലോട്ട് തന്നെ നമ്മൾ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയില്ലേ, അതുകൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ ഉപയോഗിച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക. ഇല്ലാതെ ബീറ്റ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാം. ബീറ്റർ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് ഒരു വിസ്ക് ഉപയോഗിച്ച് ഇതൊന്നും ഇങ്ങനത്തെ ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. ഇപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടി ബീറ്റർ യൂസ് ചെയ്യാന്നേ ഉള്ളൂ. ഒരു ഫസ്റ്റ് സ്പീഡിലിട്ട് അതായത് ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞാൽ മതി. നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ പഞ്ചസാര അലിഞ്ഞ് കിട്ടിയാൽ മതി, അത്രയും മതി. ഇതിൽ വെള്ളം ഇറങ്ങി വരിക എന്നുള്ളതാണ് മെയിൻ ക്യാരറ്റിൽ നിന്ന്. അല്ലാതെ പതഞ്ഞ് വരുമൊന്നും വേണ്ട കേട്ടോ. ഇപ്പോൾ ഒത്തിരി നോക്കിയപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി നല്ല വെള്ളമായിട്ട് ലൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. ക്യാരറ്റിൽ നിന്നുള്ള വെള്ളമാണ് കേട്ടോ ഇറങ്ങിയത്. അല്ലാതെ ഇത് പതഞ്ഞ് ഭയങ്കര സോഫ്റ്റായിട്ട് അങ്ങനെയൊന്നുമില്ല. ഇതൊന്ന് അതിൽ വെള്ളം ഇറങ്ങി വരിക, പഞ്ചസാരയൊക്കെ മിക്സ് ആവുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്കൊരു 3/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അതുകൂടെ ഒഴിച്ച് ഒരു ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ നമ്മൾ കൈവച്ച് ചെയ്യുമ്പോൾ അത് മിക്സ് ആവില്ല. പിന്നെ കാരമൽ കളറാണ് യൂസ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ, ഒരു 1.5 ടീസ്പൂൺ കാരമൽ കളർ മതി. ഇത് ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്യാം. ഇത് വേണമെന്നൊരു നിർബന്ധമില്ല. കണ്ടോ, കളറിന് വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്. പുറത്തൊക്കെ സെയിൽ ചെയ്യുമ്പോൾ ആ ക്യാരറ്റ് കേക്കിൻ്റെ ആ ഒരു കളർ തന്നെ വേണ്ടേ, അതിന് വേണ്ടി മാത്രമാണ്. അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്ലോർ ഇട്ട് കൊടുക്കുക. ഫ്ലോർ ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ്, കാരണം ലൂസി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യമായിട്ടിട്ട് നമുക്ക് ഈ ഫ്ലോർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ടേസ്റ്റ് കൂടാൻ വേണ്ടി. അതോടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെക്കരുത് കേട്ടോ, അതൊരു സ്മെല്ല് വരും. ഇത് ചെയ്യാൻ സമയത്ത് ഗ്രേറ്റ് ചെയ്താൽ മതി. അതുപോലെ നല്ല കഴുകി അതായത് തുടച്ചെടുത്തിട്ട് വേണം എടുക്കാൻ. പിന്നെ ഞാനിതൊരു 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നാണ്. അതിലോട്ട് ഈ ക്യാരറ്റിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്.
എന്നിട്ട് ഒരു 170 to 180 ഡിഗ്രിയിൽ ഞാനൊരു 45 മിനിറ്റ് ബേക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ ഓവനിലും അത് തന്നെ ആവണമെന്നില്ല. അപ്പോൾ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് കറക്റ്റ് ചെയ്യുക. എന്നിട്ട് ഒന്ന് സ്ക്യൂർ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുമ്പോൾ വെന്തിട്ട് ഒന്ന് സ്ക്വയറിലൊന്നും ആയിട്ടില്ലെങ്കിൽ കറക്റ്റ് ബേക്കായി വന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാൻ 170 to 180 ആണ് വെക്കുന്നത്. ഒരു 45 to 50 മിനിറ്റ്സ് ഒക്കെ എടുക്കും കേട്ടോ. ഇതിലുള്ള ഐറ്റംസൊക്കെ ഒന്ന് ബേക്കായി വരണ്ടേ. നമ്മൾ നോർമൽ സ്പഞ്ച് ചെയ്യുന്നേക്കാളും കുറച്ച് സമയം എടുക്കും. ഇത് കണ്ടോ, ഞാൻ സ്ക്വയറൊക്കെ വെച്ച് കുത്തി നോക്കിയപ്പോൾ ഒരു 50 മിനിറ്റിൽ എനിക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് അത് നിങ്ങൾ അത് ഇരുന്ന് കഴിക്കുമ്പോഴത് കാരണം ബേക്കായി വരുമ്പോഴേ നല്ലൊരു മണം വരും. ഇത് നിങ്ങൾ കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇത് ഞാനിപ്പോൾ കുറച്ച് ചൂട് മാറിയപ്പോൾ കട്ട് ചെയ്തതാണ്. അതാണ് ഈ ഒരു പൊടി പോലെ ഇടുന്നത്. നമ്മൾ രാത്രിയായി ഇപ്പോൾ ഞാനൊരു ഈവനിങ്ങിലാണ് ചെയ്തത്. രാത്രിയായപ്പോൾ തന്നെ നല്ല സെറ്റായിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് കേക്കാണ്. ഇരിക്കുമ്പോൾ നല്ല ഇടാണ്ട് കുറച്ച് ഇപ്പോൾ ഞാൻ രാത്രി നോക്കിയപ്പോൾ കണ്ടോ കുറച്ചുകൂടി ആ ടെക്സ്ചർ നല്ല ഇതായിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് സൂപ്പർ ടേസ്റ്റാണ്. ഞാനൊരു ഓരോ സ്ഥലത്തെയും റേറ്റിൽ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്ന റേറ്റ് പറയാത്തത്. നിങ്ങളുടെ അടുത്തൊക്കെ എത്ര രൂപയ്ക്കാണ് ഷോപ്പുകളിൽ കൊടുക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ എടുക്കുക.